അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളാണ്. എല്ലാവരും വളരെ ഗൗരവത്തോടു കൂടി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ചെറിയ പ്രായത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇത്രയും കാലപ്പഴക്കത്തിൽ ചിലപ്പോൾ പലതും നമുക്ക് വിട്ടുപോകാം, പലതും അശ്രദ്ധ കൊണ്ട് നമ്മൾ ചെയ്യുന്നവരായേക്കാം, ചിലത് മറന്നുപോയേക്കാം. അപ്പൊ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയും അത് നിസ്കാരത്തിൽ നമ്മൾ കൃത്യമായി പാലിക്കുകയും വേണം. ഒന്നാമതായി നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളിൽ ഒന്നാമത്തത്, നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാള് നിസ്കാരത്തെ മുറിക്കാൻ വേണ്ടി മനസ്സിൽ കരുതി, എന്നാൽ അതോടുകൂടി അവന്റെ നിസ്കാരം ബാത്തിലാവും. നിസ്കരിച്ചുകൊണ്ടിരിക്കെ ഇനിയിപ്പോ എന്തായാലും എനിക്ക് ഒരു യാത്ര പോകണം, സമയമില്ല എന്ന് കരുതി, അല്ലെങ്കിൽ ഒരു സുന്നത്ത് നിസ്കരിക്കുന്ന ഒരാള് നിസ്കരിച്ചുകൊണ്ടിരിക്കെ എന്ത് ചെയ്തു, ഇക്കാമത്ത് കൊടുത്തു. അപ്പോഴേ മനസ്സിൽ കരുതി ഇനിയിപ്പോ എന്തായാലും നിസ്കരിക്കണ്ട, പിന്നെ നിസ്കാരം കൈ അഴിക്കാനും വേണ്ട, അതോടുകൂടി തന്നെ എന്ത് ചെയ്തു, നിസ്കാരം ബാത്തിലായി എന്നുള്ളതാണ്. മാത്രമല്ല വേറെ ഏതെങ്കിലും ഒരു കാര്യവുമായി നിസ്കാരത്തിന്റെ മുറിക്കുന്നതിനെ ബന്ധപ്പെടുത്തി എന്ന് പറയാൻ, നിസ്കരിക്കുന്ന ഒരാള് എന്നെ ഭർത്താവ് വിളിച്ചാൽ ഞാൻ നിസ്കാരം മുറിക്കും എന്നൊരാൾ കരുതി. ഭർത്താവ് പുറത്തുനിന്ന് ഒന്ന് ഡോറ് തുറക്കാൻ വേണ്ടി ബെല്ലടിച്ചാൽ ഞാൻ അപ്പം നിസ്കാരം മുറിക്കും എന്ന് കരുതിയാൽ ഭർത്താവ് വരെയൊന്നും വേണ്ട, അങ്ങനെ കരുതുമ്പോൾ തന്നെ എന്തായി, നിസ്കാരം ബാത്തിലായി. കാരണം നിസ്കാരത്തിലേക്ക് കടന്നാൽ പിന്നെ നിസ്കാരം മാത്രമായിരിക്കണം ഉദ്ദേശം. ഇടയ്ക്ക് മുറിക്കുമെന്ന് കരുതിയാൽ ഇല്ല. എന്നാൽ സാധാരണ ജനങ്ങൾ തെറ്റിദ്ധരിച്ച മറ്റൊരു കാര്യമുണ്ട്. നോമ്പ് പിടിച്ച ഒരാള് നോമ്പ് മുറിക്കുന്നു എന്ന് കരുതിയാൽ നോമ്പ് ബാത്തിലാവും. അതില്ല. ഇപ്പൊ നോമ്പ് പിടിച്ച ഒരാള് നല്ല ക്ഷീണവും ബുദ്ധിമുട്ടായപ്പോ നോമ്പൊന്ന് വിട്ടാലോ, നോമ്പൊന്ന് മുറിക്കാം എന്നൊരാള് കരുതിയാൽ അവന്റെ നോമ്പ് മുറിയൂല. നോമ്പ് മുറിയണമെങ്കിൽ എന്ത് തന്നെ വേണം, നോമ്പ് മുറിയുന്ന കാര്യം ഉണ്ടാവണം. വെള്ളം കുടിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാരണങ്ങൾ ഉണ്ടായാൽ മാത്രമേ നോമ്പ് മുറിയുള്ളൂ. അതുപോലെ പള്ളിക്കകത്ത് ഇത്തിക്കാഫ് ഇരിക്കുന്ന ഒരാളും അങ്ങനെ തന്നെ. പള്ളിയിൽ ഇരുന്നു കൊണ്ട് ഇത്തിക്കാഫിനെ മുറിക്കുന്നത് കരുതിയാൽ എന്താവൂല, ഇത്തിക്കാഫ് മുറിയൂല. പള്ളിയിൽ ഇരിക്കുന്ന ഒരാൾ നിയ്യത്തോടു കൂടി ഇത്തിക്കാഫിൽ ഇരുന്ന ഒരാള് അവന്റെ ഇത്തിക്കാഫ് മുറിയണമെങ്കിൽ എന്ത് ചെയ്യണം, പള്ളിയിൽ നിന്ന് പുറത്തു പോകണം. അല്ലാത്ത ഒരാളുടെ ഇത്തിക്കാഫ് മുറിയുകയില്ല. പക്ഷെ എന്നാൽ നിസ്കാരം അങ്ങനല്ല. നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാള് നിസ്കാരത്തെ മുറിക്കുന്നു എന്ന് കരുതിയാൽ അവരുടെ നിസ്കാരം ബാത്തിലാകും. ഇനി സംശയിച്ചാലും അങ്ങനെ തന്നെ. നിസ്കാരം മുറിക്കുന്നു എന്ന് കരുതുന്ന കാര്യത്തിൽ സംശയിച്ചാലും നിസ്കാരം ബാത്തിലാകും. അടുത്ത കാര്യം, അധികരിച്ച പ്രവൃത്തി കൊണ്ട് നിസ്കാരം ബാത്തിലാകും. അധികരിച്ച പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ അമലിൽ പെടാത്ത അധികരിച്ച പ്രവൃത്തി. ഇപ്പൊ നിസ്കരിക്കുന്ന ഒരാൾ റുക്കോയിൽ പോകും, റുക്കോയിൽ നിവരും, സുജൂദിലേക്ക് പോകും, സുജൂദിൽ നിവരും. ഇതെല്ലാം നിസ്കാരത്തിന്റെ പ്രവൃത്തികളാണ്. ഇതിൽ പെടാത്ത ഒരു പ്രവൃത്തി അധികരിച്ച് ചെയ്യുക. അധികരിച്ച് ചെയ്യുക എന്ന് പറയുന്ന ഉദ്ദേശം 3 പ്രാവശ്യം തുടരെയായി ചെയ്യുന്നതിനാണ് അധികരിച്ച പ്രവൃത്തി എന്ന് പറയാം. 2 പ്രാവശ്യം അതിൽ പെടൂല. 3 പ്രാവശ്യം ഒരാൾ എന്ത് ചെയ്തു, നിസ്കരിക്കുന്ന ഒരാൾ തല ചൊറിഞ്ഞു, ഇങ്ങനെ കൈയെടുത്ത് അനങ്ങിയിട്ട് എന്ത് ചെയ്തു, ഞാൻ എന്താവും, നിസ്കാരം ബാത്തിലാവും. തൊപ്പി ശരിയാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരാൾ വെച്ചു, എന്തായി, നിസ്കാരം ബാത്തിലാവും. പോക്കറ്റിൽ കിടക്കുന്ന മൊബൈൽ എടുത്തിട്ട്, ഇന്ന് സാധാരണ ഉദാഹരണം പറയാൻ പറ്റിയതാണ് അല്ലെ, പോക്കറ്റിൽ കിടക്കുന്ന മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാള് മൊബൈൽ എടുത്തു, പുറത്തെടുത്തു, എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് എത്രയായി അനക്കം, 3 കൂടുതലായില്ലേ? അതെ, എന്തായി? അങ്ങനെ എടുക്കുമ്പോഴും 3 പ്രാവശ്യം തുടരെ ആയിട്ടുണ്ടെങ്കിൽ നിസ്കാരം ബാത്തിലാവും. തല അനക്കലും അങ്ങനെയല്ല. ഒരാള് നിസ്കരിച്ചുകൊണ്ടിരിക്കുക 3 പ്രാവശ്യം തുടരെ തല അനക്കിയ നിസ്കാരം ബാത്തിലായി. അതാ, വിരല് മാത്രം അനക്കിയാൽ നിസ്കാരം ബാത്തിലാവില്ലല്ലോ. അല്ല, മുൻകൈ ഉൾപ്പെടെ ആക്കിയാലേ, അത് നമ്മൾ പറയുന്നുണ്ട്, ശേഷം പറയുന്നുണ്ട്. അത് ആക്കണോ ഇല്ല എന്നുള്ള വേറെ കാര്യം. പക്ഷെ ആക്കിയാൽ എന്താവൂല, കാരണം വിരൽ മാത്രം ആയതുകൊണ്ട് നിസ്കാരം ബാത്തിലാവൂല. പക്ഷെ കൈ മുൻകൈയോടുകൂടി ആക്കിയാല് നിസ്കാരം ബാത്തിലാവും. അപ്പൊ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചിലപ്പം അശ്രദ്ധ കൊണ്ടൊക്കെ പലരും സംഭവിക്കാം. എന്നാലും മറന്നുകൊണ്ടാണെങ്കിലും ശരി, വലവ് സഹവൻ കിതാബിൽ പറയുന്നത്, മറന്നുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിലും നിസ്കാരം ബാത്തിലായി പോകും. കാരണം നിസ്കാരമാണെന്നുള്ള ഓർമ്മ അവൻ ഇല്ലാത്തത് കൊണ്ടല്ലേ, എന്നതുകൊണ്ടാണ്.
എന്നാൽ ഒരാളിന് ഇതുപോലെ എന്തെങ്കിലും അത്യാവശ്യം ഒരാളിന് ഒരു കാര്യം ചെയ്യണം, പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുക്കണം, എടുത്ത് ഓഫാക്കണം, ജനങ്ങൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടൊക്കെ ആവും, അങ്ങനെ ഒരു സന്ദർഭം വരാൻ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ അല്ലെ. മഗ്‌രിബ് നിസ്കരിച്ച് പാതിയാകുമ്പോൾ ഒരു കതുക്കാമത്ത് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ മുകളിൽ, ആരാ ശ്രദ്ധിച്ചിട്ടില്ലേ? മഗ്‌രിബ് നിസ്കരിച്ച് പകുതിയാകുമ്പോൾ കതുക്കാമത്ത് സ്വലാത്തുണ്ട് ഇവിടെ ഫോണില്. ഇതുവരെ ഓഫാക്കാൻ പറ്റിയിട്ടില്ല. നോമ്പ് ഇന്ന് 8 ആയി, 7 നോമ്പിനുണ്ട് അല്ലേ സിമേ? ശ്രദ്ധിച്ചിട്ടുണ്ടാ? 7 നോമ്പിനുണ്ടായിരുന്നല്ലേ? ഇന്നും കാണും. നമുക്ക് ഈ വ്യക്തിപരമായിട്ട് പറയുമ്പോ അവർക്ക് വിഷമം വരും. ഉള്ളത് പറഞ്ഞാലേ അപ്പ കല്ലെറിയും. നമ്മൾ ഉള്ളത് പറയാൻ പാടില്ല, ഉള്ളത് പറഞ്ഞാൽ അപ്പ കല്ലെറി കൊള്ളും. എത്ര അനുഭവം എനിക്കുണ്ട്. നമ്മൾ ഉള്ളത് പറയാൻ ആരോടും ഉള്ള കാര്യം പറയാൻ പാടില്ല. പറഞ്ഞപ്പോ ഇയാൾ എത്ര വർഷമായെന്ന് ചോദിക്കും. ഫസ്റ്റ് ചോദ്യം അതാ, ഇത് കുറെ ആയില്ലേടേ, പറഞ്ഞുവിടാറായില്ലേ ചോദിക്കും. ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവൂല, ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല. ഉള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞാൽ മതി, ദീനിന്റെ കാര്യമായി ഉള്ള കാര്യം പറഞ്ഞ അപ്പൊ അടുത്ത ചോദ്യം എന്ത് ചെയ്യാൻ പറ്റും? ഫോൺ ഞാൻ പറഞ്ഞത് ഇപ്പൊ മൊബൈല് എടുത്തിട്ട് എന്ത് ചെയ്യണം എന്ന് പറയാം, ഓഫ് ആക്കണം. അപ്പൊ എന്ത് ചെയ്യണം? ഒരു പ്രാവശ്യം കൈ അകത്തേക്ക് ഇടുക, എന്നിട്ട് ആ അനക്കം അടങ്ങി അവിടെ കൈ വെക്കണം. അപ്പൊ തുടർച്ചയാവില്ല. പിന്നെന്ത് ചെയ്യണം? അല്പം കഴിഞ്ഞിട്ട് കൈ എടുക്കാം, എടുത്തിട്ട് എന്ത് ചെയ്യാം? അല്പം കഴിഞ്ഞിട്ട് പിന്നെ വിരൽ, ഇപ്പൊ ഹാജര് പറഞ്ഞതുപോലെ വിരൽ കൊണ്ട് മാത്രമാണെങ്കിൽ എന്ത് ചെയ്യില്ല, വിരൽ മാത്രം അനക്കിയാല് നിസ്കാരം ബാത്തിലാവൂല, മുൻകൈ ഉൾപ്പെടെ അനക്കിയാലേ ബാത്തിലാവുള്ളൂ. അങ്ങനെ ഏത് ചെയ്താലും ഈ പറഞ്ഞ തല കുലുക്കലായാലും കൈ അനക്കലായാലും കാലനക്കലായാലും 3 പ്രാവശ്യം തുടരെ ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. എന്നാൽ 2 പ്രാവശ്യമാണ് ഇത് ചെയ്യുന്നതെങ്കിൽ എന്താവൂല, ബാത്തിലാവുകയില്ല. അങ്ങനെയുണ്ട്. അപ്പൊ നമ്മളിപ്പോ കൈ കെട്ടിയിരിക്കുന്ന ഒരാള് എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടായി കാലിലോ, പെട്ടെന്ന് ഇങ്ങനെ കൈ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ചൊറിഞ്ഞ് മുകളിൽ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ കൈ കൊണ്ടൊന്ന് വെക്കാതെ തന്നെ പെട്ടെന്ന് തിരിച്ചു വന്നാൽ എന്താവൂല, അത് ബാത്തിലാവൂല, ഒന്നായിട്ടാണ് കൂട്ടുക. അതുപോലെ തന്നെ നിസ്കരിച്ചുകൊണ്ടിരിക്കെ 2 ചുവട്ടടി മുന്നോട്ടോ പിന്നോട്ടോ നമുക്ക് വെക്കേണ്ടി വന്നു, അവിടെ 2 ചുവട്ടടി വെച്ചാലും നിസ്കാരം ബാത്തിലാവൂല. തുടരെ എത്ര വെച്ചാലേ ബാത്തിലാവുള്ളൂ? 3. ഇപ്പൊ ഇമാമ് നിൽക്കുന്ന ഒരാള് പിറകിൽ വന്നിട്ട് നിസ്കരിച്ച ഒരാള് തുടർന്നു. അപ്പൊ തുടർന്ന ഒരാളിന് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഇമാം എന്ത് ചെയ്യണം? മുന്നിലേക്ക് വരണം. അപ്പൊ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? ആദ്യം 2 ചുവട്ടടി വെക്കാം. ഒരു വലത് കാലെടുത്ത് മുന്നിലേക്ക് വെച്ച് ഇടത് കാല് പോലെ വീണ്ടും എടുത്ത് വെച്ചു, നിസ്കാരം ബാത്തിലാവൂല. എന്നാൽ ഈ ഒരു കാലെടുത്ത് വെച്ച് അടുത്ത കാല് വെച്ചിട്ട് വീണ്ടും വലത് കാലെടുത്ത് മുന്നോട്ട് ഉടനെ വെച്ചാലോ നിസ്കാരം ബാത്തിലാവും. അപ്പൊ എന്ത് ചെയ്യാം? അവർക്ക് ആദ്യം 2 കാലെടുത്തിട്ട് ചുവട്ടടിയെടുത്ത് വെച്ചിട്ട് അല്പം കഴിഞ്ഞിട്ട് പിന്നെ. അതുപോലെ തന്നെ ഇപ്പൊ ജമാഅത്തായി നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാലോ, ഒരാൾ മാത്രം മാമുമായിട്ട് നിൽക്കണമെങ്കിൽ അവരെവിടെ നിൽക്കേണ്ടത്? വലത് ഭാഗത്ത് ഇമാമിന്റെ പാദത്തിനോട് ചേർന്ന്. രണ്ടാമതൊരാൾ വന്നാലോ എന്ത് ചെയ്യണം? ഈ ആള് പിറകിലേക്ക് പോകണം. അപ്പൊ പിന്നെ അവിടെ കാല അനക്കണമല്ലോ. അപ്പൊ എങ്ങനെ പോകേണ്ടത്? ഇതുപോലെ 2 ചുവട്ടടി ആദ്യം വെച്ചിട്ട് അല്പം കഴിഞ്ഞിട്ട് അടുത്ത 2 ചുവട്ടടി കൂടെ വെച്ചിട്ട് നേരെ നിൽക്കുക. ആ ചുവട്ടടി എത്ര നീണ്ടതായാലും 2 ആണെങ്കിൽ കുഴപ്പമില്ല, തുടരെ 3 ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ഇവിടെ ഒരാൾ വന്ന് ഇമാമും മാമുമായി നിൽക്കുന്ന ഒരാള് രണ്ടാമതൊരാൾ വന്നാൽ എങ്ങനെയാണ് അവർ ഒരുമിച്ച് നിൽക്കേണ്ടത്? എങ്ങനെ ചെയ്യേണ്ടത്? നമ്മൾ സാധാരണ ചെയ്യുന്നത്, ഈ നിൽക്കുന്ന ഒരാളെ ഒരു പിടി ഇഞ്ഞ് വലിക്കും അല്ലെ, എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് കൈ കെട്ടും, അങ്ങനെയല്ലേ? അത് തെറ്റായ രൂപമാണ്. ഇഷാറ കൊടുക്കേണ്ട ആവശ്യമില്ല. ചെയ്യേണ്ടതെന്നറിയാവോ? ഇമാമിന്റെ വലതുഭാഗത്താണല്ലോ മാമൂമ നിൽക്കുന്ന ഒരാള്, രണ്ടാമത് വന്നയാള് ഇമാമിന്റെ ഇടതുഭാഗത്ത് നിന്നിട്ട് കൈ കെട്ടണം. കൈ കെട്ടിയിട്ട് അദ്ദേഹം പിറകിലേക്ക് പോകണം. അപ്പം വലതുഭാഗത്ത് നിൽക്കുന്ന ആളും എന്ത് ചെയ്യണം? അദ്ദേഹം പിറകിലേക്ക് പോകണം. ഇതാണ് എന്റെ രീതി. മറ്റേ ആള് നിസ്കാരത്തിന് കൈ കെട്ടുന്ന മുമ്പേ ഇദ്ദേഹത്തിനെ പിടിച്ച് വലിച്ചാൽ അദ്ദേഹം ബേക്കിലോട്ട് എന്ത് ചെയ്യണ്ട, പോകേണ്ട കാര്യം ഇല്ല. കാരണം അദ്ദേഹം നിസ്കാരത്തിൽ കടന്നിട്ടില്ല. നിസ്കാരത്തിൽ കടന്നതിന് ശേഷം എന്ത് ചെയ്യാവൂ? രണ്ടുപേരും കൂടി ഇതല്ലേ ആവൂ. അതാ. അപ്പൊ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എവിടെയെങ്കിലൊക്കെ പള്ളിയിൽ നമ്മൾ പിന്തി തുടർന്ന് നിൽക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായാൽ വലതുഭാഗത്ത് നിൽക്കുന്ന ഒരാള് അവിടെ നിൽക്കുമ്പോൾ തന്നെ രണ്ടാമത് വരുന്ന ഒരാൾ എന്ത് ചെയ്യണം?
ഇടത് ഭാഗത്ത് നിന്നുകൊണ്ട് കൈകെട്ടുക. അദ്ദേഹം തക്ബീറത്ത് ഇഹ്റാം ചൊല്ലിയതിനു ശേഷം രണ്ടുപേരും കൂടി എന്ത് ചെയ്യാം? പിറകിലേക്ക് പോവുക. അതാണ്. ഇദ്ദേഹത്തെ പിടിച്ചു വലിച്ചിട്ട് ഇദ്ദേഹം ബാക്കിലോട്ട് യോഗം തിരിച്ചു പോയാലോ? സ്കരിക്കാതെ അല്ലേ? ഈ താഴോട്ട് ഇറങ്ങിയ ആളാരായി? അതെ അതെ. നമ്മൾ ജമാഅത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. അപ്പൊ ആചാര്യ പറഞ്ഞത് 2 സഫ് ഇവിടെ നമ്മൾ പൂർത്തിയായി നിൽക്കുന്നു. 3ാമത്തെ സഫില് വന്ന ആള് മാത്രമേ ഉള്ളൂ. എന്നാൽ ഒരാൾ മാത്രം നിൽക്കുമ്പോൾ സഫ് ആവൂല. അപ്പോൾ എന്ത് ചെയ്യാം? മുമ്പിലുള്ള ഒരാളിന് എന്ത് ചെയ്യാം? ഇഷാറത്ത് കൊടുത്തിട്ട് പിറകിലേക്ക് ഇറക്കാം. അപ്പൊ അദ്ദേഹം പിറകിലേക്ക് ഇറങ്ങി നിൽക്കൽ അദ്ദേഹത്തിന് അനുവദനീയവുമാണ്, സുന്നത്തുമാണ്. കാരണം മറ്റാളിന് എന്ത് കിട്ടാൻ വേണ്ടി? നടുക്ക് സഫ് തുടങ്ങേണ്ടത് നടുക്കുന്നാണല്ലോ. സഫ് തുടങ്ങേണ്ടത് സെന്ററിൽ നിന്നാണല്ലോ. അപ്പൊ മറ്റുള്ളവരെന്ത് ചെയ്യണം? ആ സഫിന്റെ വിടവങ്ങ് നികത്തുകയും വേണം. ശരി. നമ്മളിവിടെ സാധാരണ നടക്കുന്ന മിക്കവാറും ഓരോ റമദാനിലും ഞാൻ 3-4 പ്രാവശ്യം പറയാനുള്ള ഒരു കാര്യമാണ്, മുമ്പിലുള്ള സഫ് പൂർത്തിയാകാതെ ബേക്കിലുള്ള സഫ് ശരിയാവൂല എന്ന്. പക്ഷെ നടക്കാറില്ല. ചില ആളുകൾ അങ്ങനെ നിന്ന് കഴിഞ്ഞാല് ഒന്നാമത്തെ പ്രശ്നം നടക്കുന്നറിയാവോ? ഈ മുമ്പിൽ നിൽക്കുന്ന ആളിനെ ഇടയ്ക്കിടയ്ക്ക് എന്തിനു തോന്നും? വസ്വാസാണത്. എന്തിനു തോന്നും? മുദ്രങ്ങുന്ന ഈ സെക്യൂരിറ്റി ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, 8-10 മണിക്കൂർ അനങ്ങാൻ പറ്റത്തില്ല. മുദ്രയ്ക്കാൻ പോകും. ഇത് നമുക്ക് തറാവി എത്ര സമയം ഇടാ? എത്ര സമയം? 1 മണിക്കൂർ. ഈ 1 മണിക്കൂറിനകത്ത് ചില ആളുകൾക്ക് എത്ര പ്രാവശ്യം പുറത്തിറങ്ങണം എന്നറിയാം? ശൈത്താന്റെ വസ്വാസാണ്. ശൈത്താന്റെ വസ്വാസ. നമ്മൾ മനസ്സ് കട്ടി അങ്ങ് നിന്ന് പോയെന്നാൽ ഒളവും മുറിയില്ല. ചിലർക്ക് അങ്ങനെ അസുഖത്തിന്റെ പേരിലൊക്കെ ഒന്നും മുറിഞ്ഞേക്കാം. പക്ഷെ ഇത് അങ്ങനെയല്ല. 2 റക്അത്ത് കഴിയുമ്പോൾ ഒരു തോന്നല, എനിക്ക് എന്ത് ചെയ്യാം? പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് വരാൻ, അല്ലെങ്കിൽ ഒന്നുമൊക്കെ ഒന്ന് പുതുക്കിയിട്ട് വരാൻ. ഇവിടെ സഫ് ഇദ്ദേഹം ഇറങ്ങിപ്പോകും, മറ്റൊരാരും കയറി നിൽക്കത്തുമില്ല അല്ലെ? ആ സഫ് വിടവ്. അവിടെ ആരാ കയറി നിൽക്കുന്നത്? ശൈത്താൻ കയറി നിൽക്കും. അതെ 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 അതെ. സഫില് മുന്തിക്കണം. സഫില് മുന്നോട്ട് തന്നെ നിൽക്കണം. അതെ. ഇതിപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കെന്നുള്ള ഒരു കുഴപ്പമെന്നറിയാം, നമുക്ക് ആരെയും നന്നാക്കാൻ പറ്റൂല. നമുക്കാരെയും നന്നാക്കാൻ പറ്റൂല. പിന്നെ ഒരു എളുപ്പ വഴി നമുക്ക് സ്വയം നന്നാവലേ ഉള്ളൂ. ലോകത്ത് ആർക്കും ആരെയും നന്നാക്കാൻ പറ്റൂല. ഒറ്റ വഴി എന്തേ ഉള്ളൂ? സ്വയം നന്നാവുക. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, അത്രേ ഉള്ളൂ അല്ലെ? പിന്നെ ലോകത്തെ ഏറ്റവും എളുപ്പമുള്ള ഒരു പരിപാടി എന്തെന്ന് വെച്ചാല് ഇങ്ങനെ കുറ്റം പറയലുമാണ്. അല്ലാതെ ഒന്നും നടക്കത്തുമില്ല. അള്ളാഹുല്ല മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് ചുരുക്കം പറഞ്ഞാൽ ഇത്രയാണ്: മുമ്പിലുള്ള സഫ് പൂർത്തിയാകാതെ പിറകിൽ നിൽക്കുന്നവർക്ക് ജമാഅത്തിന്റെ കൂലി കിട്ടൂല. മുമ്പിലുള്ള സഫ് പൂർത്തിയാക്കുക. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് പറഞ്ഞത് നമ്മൾ ചുവട്ടടി വെക്കുന്ന കാര്യം പറഞ്ഞു വന്നപ്പോൾ ആ വിഷയത്തിലേക്ക് വന്നതാണ്. ശരി, ഇൻഷാ അല്ലാഹ്. പിന്നെ വിരല് അനക്കിയാൽ ലഘുവായ അനക്കമെന്നാണ് വിരൽ അനക്കുന്നതിന് പറയാം. വിരല്, അതുപോലെ തന്നെ നാവ്, ഇതൊക്കെ അനക്കി കഴിഞ്ഞാൽ ചുണ്ട്, ഇവകൾ അനക്കൽ കൊണ്ട് നിസ്കാരം ബാത്തിലാവൂല. വിരൽ അനക്കുന്നത് മുൻകൈയോട് കൂടി അനക്കിയാലാണ് നിസ്കാരം ബാത്തിലാവുക. അതുപോലെ തന്നെ മുഖം മൊത്തത്തിൽ അനക്കിയാൽ, അഥവാ തല മൊത്തത്തിൽ അനക്കിയാൽ 3 പ്രാവശ്യമാണെങ്കിൽ നിസ്കാരം ബാത്തിലാവും. അതുപോലെ തന്നെ കൺപോള അനക്കിയാലും നിസ്കാരം ബാത്തിലാവൂല. കാരണം അതൊക്കെ എന്താണ്? മുഖത്തുള്ള ചെറിയ ചെറിയ അവയവങ്ങളാണ്, വിരല് പോലെയാണ്, അതിനെയൊക്കെ കണക്കാക്കുക. പിന്നെ അടുത്ത നിസ്കാരം ബാത്തിലാവുന്ന കാര്യം മനഃപൂർവം 2 അക്ഷരം പറയുക നിസ്കാരത്തിലായിരിക്കെ. അത് നിസ്കാരത്തിന്റെ അമലുകളിൽ പെടാത്ത, നിസ്കാരത്തിന്റെ ദിക്റോ ഓതലോ അല്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം 2 അക്ഷരം പറഞ്ഞാൽ, അതിന് അർത്ഥം വേണമെന്നുമില്ല, 2 അക്ഷരം പറഞ്ഞാൽ അവന്റെ നിസ്കാരം ബാത്തിലാകും. ചിലർ കോട്ട് ഇടുമ്പോ എന്തായി പോവും? ശബ്ദം വരും, എന്നൊക്കെ ആക്കും അല്ലെ?
രണ്ടക്ഷരം വന്നാൽ എന്താവും? നിസ്കാരം ബാത്തിലാവും. അവൻ്റെതായ നീയത്തോടു കൂടി ഒരാൾ തുമ്മി, അല്ലാതെ അവന്റെ മനഃപൂർവ്വം അല്ലാതെ ഒരാൾ ചുമച്ചു, അതൊന്നും ഇതിൽ പെടൂല. അവന്റെ പ്രവൃത്തി കൊണ്ട് ഉണ്ടായാൽ, കോട്ടുവ ഇടുന്നത് പോലെ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഇങ്ങനെയൊക്കെ ചിലപ്പോൾ എന്താവും ആക്കിയാൽ നിസ്കാരം എന്താവും? മധുരാവും. നിസ്കാരം മധുരാവും. തൊണ്ട അനക്കിയാൽ തന്നെ ആവശ്യമില്ലാതെ തൊണ്ട അനക്കാം. ആവശ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളിന് തൊണ്ട ഒരു അസ്വസ്ഥത, ഫാത്തിഹ ഓതണമെങ്കിൽ തൊണ്ട ഒന്ന് അനക്കണം. തൊണ്ട ഒന്ന് അനക്കിയാലേ ഫാത്തിഹ ഓതാൻ പറ്റുള്ളൂ. എന്നാൽ കുഴപ്പമില്ല. അതിനൊന്നും കാരണമില്ലാതെ ഒരു വസ്വാസം എന്നുള്ള നിലയിൽ ഇടയ്ക്കിടയ്ക്ക് തൊണ്ട അനക്കിക്കൊണ്ടിരിക്കുക, എന്നാൽ അതിലൂടെ രണ്ടക്ഷരം വെളിവായാൽ നിസ്കാരം ബാത്തിലാവും. നിസ്കാരം അത്രയും സൈലന്റ് ആയിരിക്കണം എന്നാണ് അതിന്റെ അർത്ഥം, മൊത്തത്തിൽ പറഞ്ഞാൽ. അതുപോലെ തന്നെ ഒരു അക്ഷരം വെളിവായാലും അതിപ്പോൾ അർത്ഥമുള്ളതാണെങ്കിൽ, അർത്ഥമില്ലാത്തതാണെങ്കിൽ രണ്ടക്ഷരം, അർത്ഥമുള്ളതാണെങ്കിൽ ഒരക്ഷരം വെളിവായാലും നിസ്കാരം. അപ്പം വാ എന്ന് പറയുന്നു, പുറത്തുനിന്ന് ഒരാള് നിസ്കരിക്കുന്ന ഒരാള് വിളിച്ചതാണ് വാ എന്ന്, അർത്ഥമുണ്ടല്ലോ വരാൻ, അക്ഷരം എത്രേ ഉള്ളൂ എന്നുള്ളു. നിസ്കാരം എന്താവും? ബാത്തിലാവും. ആളുകളൊക്കെ ഞാൻ കണ്ടിട്ടില്ല, എന്റെ അനുഭവത്തിലില്ല. ചില ആളുകൾക്ക് പറയാം അറബികൾക്കൊക്കെ എങ്ങനെ ഈ രീതി ഉണ്ടെന്ന്, ഫോൺ എടുത്തിട്ട് നിസ്കാരത്തിലാക്കുന്നത് ഫിസ്വല എന്ന് പറയുമെന്ന്. അങ്ങനെ ഉണ്ടാ? ചില ആളുകൾക്ക് പറയും അല്ലാഹു അലം, നിസ്കാരം ബാത്തിലാവും. അറബി പറഞ്ഞാലും അനറബി പറഞ്ഞാലും നിസ്കാരം ബാത്തിലാവും. മാത്രമല്ല അള്ളാഹു അല്ലാത്ത വേറെ ഒന്നിനെ അഭിസംബോധന ചെയ്യാനും പാടില്ല. അങ്ങനെ അഭിസംബോധന ചെയ്യുമ്പോൾ തന്നെ നിസ്കാരം ബാത്തിലാവും. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഒരാൾ തുമ്മിട്ട് അൽഹംദുലില്ലാ പറഞ്ഞാൽ അടുത്ത് നിൽക്കുന്ന ആൾ, നിസ്കരിക്കുന്ന ഒരാൾ എന്ത് ചെയ്യരുത്? റഹ്മുക്കല്ലാഹ് എന്ന് പറഞ്ഞാൽ അഭിസംബോധന ചെയ്യാൻ നിസ്കാരം ബാത്തിലാവും. അതുപോലെ സലാം അടക്കലുമില്ല. സലാം, നിസ്കരിക്കുന്ന ഒരാളോട് സലാം പറഞ്ഞാൽ അവർക്ക് കൈകൊണ്ട് ആംഗ്യം കാണിക്കാന്നാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ആ സലാം അടക്കുകയും വേണം. അങ്ങനെയുണ്ട്. ഒരാൾ മാത്രം ഉള്ളപ്പോൾ ഒരു പള്ളിയിലേക്ക് ഒരാൾ കടന്നു വരുന്നു, അവിടെ നിസ്കരിക്കുന്നവരും നിസ്കരിക്കാത്തവരും ഉണ്ടെങ്കിൽ നിസ്കരിക്കാത്തവർക്ക് എന്ത് ചെയ്യാം? സലാം അടക്കാം. അതോടുകൂടി ആ ഫർള് കഴിഞ്ഞു. പിന്നെ നിസ്കരിക്കുന്ന ഒരാൾ സലാം അടക്കണ്ട. പക്ഷേ ഒരാൾ മാത്രം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോടാണ് സലാം പറഞ്ഞെങ്കിൽ അദ്ദേഹം താനൊക്കെ എന്ത് ചെയ്യാം? കൈകൊണ്ട് എന്ത് ചെയ്യാം? ഇഷാറ ചെയ്യാം. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ആ സലാം മടക്കുകയും വേണം. നിസ്കാരത്തിൽ ഇങ്ങനെ സലാം മടക്കലോ തുമ്മുന്നവർക്ക് ദുആ ചെയ്യലോ ഒന്നും ഇല്ല. ആ നിലയിൽ അർത്ഥമുള്ള ഒരു അക്ഷരം വെളിവായാലും നിസ്കാരം ബാത്തിലാകുന്നതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്യാം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ.